അപ്പോൾ നമുക്കിന്ന് കർണൂൽ കൊണ്ടാറെഡ്ഡി ഫോർട്ട് കാണാൻ പോവാം. ഓക്കെ, നമ്മുടെ ഇവിടുന്ന് ഏകദേശം നമ്മളിപ്പോൾ പോകുന്നിടത്തുനിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരം ഉണ്ടാവേ. നമ്മൾ കൊണ്ടാറെഡ്ഡി ഫോർട്ടിലേക്ക് പോവാണ്. ആ കാണുന്ന ജഗന്നാഥ് ഹട്ടു എന്ന് പറയുന്നൊരു ഹില്ലാണ് അത് IIT-യുടെ കോളേജൊക്കെ ഉണ്ട് ഇവിടെ. അതിൻ്റെ മുകളിൽ എന്തോ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ കൊച്ച് സമ്മതിക്കുന്നില്ല. കൊച്ച് കൊണ്ടാറെഡ്ഡി ഫോർട്ട് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ബഹളം വെക്കുന്നത്. അപ്പോൾ നേരെ നമ്മളിപ്പോൾ കൊണ്ടാറെഡ്ഡി ഫോർട്ട് കാണാൻ പോവാണ്. കൊണ്ടാറെഡ്ഡി ഫോർട്ടിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം കാണും. ആ ഹില്ലിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇവിടുന്ന് ഒരു 15 കിലോമീറ്ററോളാണ് ദൂരമുള്ളത്. അത് നമുക്ക് വേറൊരു ദിവസം ആ ഹിൽ സ്റ്റേഷൻ വീഡിയോ ചെയ്യാം. ഇപ്പം നമുക്ക് നേരെ കൊണ്ടാറെഡ്ഡി ഫോർട്ട് കാണാൻ പോവാം. ഓക്കെ, പോവാം. എവിടേക്ക് പോണേ? കൊണ്ടാറെഡ്ഡി ഫോർട്ട്. ആ നേരെ കാണുന്നതാണ് നമ്മുടെ ജഗന്നാഥ ഗട്ടു അല്ലേ ഹില്ല് വരുന്നത്. ഇവിടുന്ന് മോളിക്കോടെ പോകുന്ന ഓംബ്രിഡ്ജ് പോകുന്നത് ഇവിടുന്ന് നേരെ തിരുപ്പതി പോകുന്ന എക്സ്പ്രസ് ഹൈവേയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. ഇതിൻ്റെ കീഴെയാണ് കുറച്ച് മുന്നോട്ട് നീങ്ങി ലെഫ്റ്റ് സൈഡിൽ കഴിഞ്ഞ ആഴ്ചയിൽ നല്ല മഴയത്ത് വലിയൊരു കുഴി വന്ന് റോഡ് മൊത്തം ബാംഗ്ലൂർ ഹൈദരാബാദ് റോഡ് മൊത്തം ബ്ലോക്ക് ആയത്. നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ ഹൈദരാബാദ് റൂട്ടാണ്. നമ്മളിപ്പോൾ ഹൈദരാബാദ് ഡയറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആ റൂട്ട് പോയി. നേരെ ഫ്രണ്ടിലേക്ക് ഹൈദരാബാദ്, ബാക്ക് ബാംഗ്ലൂർ, അങ്ങനെയാണ് പോകുന്നത്. കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ മുകളിൽ കയറി പോകണം. ആ പോകുന്ന വഴിയാണ്. ഇവിടെ ഈ ബാരിക്കേഡ്, സിമെൻറ്റിൻ്റെ ബാരിക്കേഡ് വെച്ചിരിക്കുന്നതാണ്. കുഴി വന്നത് വലിയ കുഴിയായിരുന്നു. ഒരു ട്രക്ക് വീണ് പോയാലും കാണാത്ത രീതിയിലുള്ള കുഴിയായിരുന്നു. ഇവിടുത്തെ വർക്ക് നടക്കുന്നോണ്ടിരിക്കുകയാണ്. പണി നടന്നിരിക്കുക. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആ നേരെ കാണുന്നത് കാർബോർഡല്ല, കാർബൈഡിൻ്റെ ഫാക്ടറി ആയിരുന്നു. അതിപ്പോൾ വർക്കിംഗ് അല്ല. കുറേ വർഷങ്ങളായിട്ട് അത് റണ്ണിങ് അല്ല. കണ്ടാവേ ആ റൈറ്റ് സൈഡിൽ കണ്ടോ ആ വലിയ കുഴലൊക്കെ കണ്ട പൈപ്പൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തിക്കണണ്ട. ആ മോളോടെ പറയണത് കണ്ട വലിയ ചിമ്മിണി പോലെ മുകളിലേക്ക് പൊന്തിക്കുന്നുണ്ട്. അത് കാർബൈഡ് ഉണ്ടാക്കുന്ന വലിയ ഫാക്ടറി ആയിരുന്നു. അതിപ്പോൾ വർക്കിംഗ് അല്ല. കുറേ നാളുകളായിട്ട് അത് ഓഫ് ചെയ്തിട്ടേക്കാം. നമ്മൾ ഈ കാണുന്നതാണ് കൊണ്ടാറെഡ്ഡി ഫോർട്ട്. ആന്ധ്രാപ്രദേശിലെ കർണൂൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊണ്ടാറെഡ്ഡി കോട്ടയ്ക്ക് 12-ാം നൂറ്റാണ്ടിൽ വിജയനഗര ഭരണാധികാരി ദേവനാരായണ രണ്ടാമൻ കർണൂൽ കീഴടക്കിയ കാലം മുതൽ സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. വിജയനഗര സാമ്രാജ്യം, റെഡ്ഡി രാജവംശം എന്നിവയുൾപ്പെടെ വിവിധ രാജവംശങ്ങൾക്ക് ഒരു തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമായി ഈ കോട്ട നിർമ്മിച്ചു. അടുത്തത് ഇതിൻ്റെ പ്രധാന ചരിത്ര സവിശേഷതകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ കൊണ്ടാറെഡ്ഡി ഫോർട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കൃഷ്ണദേവരായരുടെ പിൻഗാമിയായ അച്യുതരായ ആണ്. 1530-നും 1542-നും ഇടയിൽ പ്രാരംഭ കോട്ട നിർമ്മിച്ചു.
അത് കഴിഞ്ഞ് 17-ാം നൂറ്റാണ്ടിൽ തളിക്കോട്ടെ വിജയനഗര രാജാക്കന്മാരിലെ രാമരാജാവിൻ്റെ ചെറുമകനായ ഗോപാൽ രാജയാണ് കവാടങ്ങൾ നിർമ്മിച്ചത്. ഇനി ആലമ്പൂരിലെ അവസാന ഭരണാധികാരിയായ കൊണ്ടാറെഡ്ഡിയെ 17-ാം നൂറ്റാണ്ടിൽ കർണൂൽ നവാബ് കോട്ടയിൽ തടവിലാക്കിയെങ്കിലും ഒരു തുരങ്കത്തിലൂടെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ആലമ്പൂരിലെ അവസാനത്തെ ഭരണാധികാരിയായ കൊണ്ടാറെഡ്ഡിയുടെ പേരിലാണ് ഈ കോട്ട അറിയപ്പെടുന്നത്. ഈ കോട്ട പണിതിരിക്കുന്നത് ഫുള്ളും സ്റ്റോൺസ് വെച്ചിട്ടാണ്. കോട്ടയിൽ ശക്തമായ കൽഭിത്തികൾ, സങ്കീർണമായി രൂപകൽപ്പന ചെയ്ത കവാടങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിങ്ങനെയെല്ലാം ഉണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഇതിൻ്റെ സൈനിക വൈദഗ്ധ്യം എല്ലാം നമുക്ക് വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കൊണ്ടാറെഡ്ഡി ഫോർട്ടിൻ്റെ സന്ദർശന സമയം. യാതൊരു വിധത്തിലുള്ള എൻട്രി ഫീസും ഇവിടെയില്ല. കർണൂൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററാണ് നമുക്ക് കൊണ്ടാറെഡ്ഡി ഫോർട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അതുപോലെ തന്നെ ആലമ്പൂരിൽ നിന്നാണെങ്കിൽ ഏകദേശം 24 കിലോമീറ്ററോളം നമുക്ക് കൊണ്ടാറെഡ്ഡി ഫോർട്ടിലേക്ക് വരുന്നുണ്ട്. കർണൂൽ ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു 3 കിലോമീറ്റേഴ്സ് ഏകദേശം ഓൾമോസ്റ്റ് അതും വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊണ്ടാറെഡ്ഡി ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ പോയി നമുക്ക് കീഴെ നോക്കുമ്പോൾ അതിശയിപ്പിക്കുന്ന പനോരമിക് വ്യൂ ആണ് നമുക്ക് കിട്ടുക. അത് ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കും സഞ്ചാരികൾക്കും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ഒരു കാഴ്ച തന്നെയാണ് കൊണ്ടാറെഡ്ഡി ഫോർട്ടിൻ്റെ മുകളിൽ നിന്നും കീഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു പാനോരമിക് വ്യൂ എന്ന് പറയുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള വ്യൂ തന്നെയാണ്. അതുകൊണ്ട് കർണൂലിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ മലയാളീസ് ആരെങ്കിലും കർണൂൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫോർട്ട് ഒന്ന് സന്ദർശിച്ചിട്ട് പോകുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഏകദേശം എങ്ങനെ പോയാലും ഒരു 600-700 വർഷത്തിൻ്റെ അടുക്കൽ ചരിത്രമുള്ള, വളരെ പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഫോർട്ടാണത്.